എനിക്ക് പൊതുവേ തീരെ വർക്കാവാത്ത രണ്ട് ജേണേഴ്സാണ് ഈ ലവ് സ്റ്റോറീസും ഫീൽ ഗുഡ് ഫിലിംസും. സോ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൊതുവേ വാട്ട് ഐ ഫീൽ ഈസ് ലൈക്ക് ഇറ്റ് ഈസ് ഈസി ടു സേ. അതായത് ഇപ്പോൾ ഒരു സ്റ്റോറി എഴുതാനാണെങ്കിലും ഈസിയാണ്, ഇപ്പോൾ ഒരു ലവ് സ്റ്റോറി എഴുതാൻ ഈസിയാണ്. പക്ഷേ അതിനെ നമ്മളെ കെയർ ചെയ്യിപ്പിക്കാനുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പ്രോസസ്സാണ്. കാരണം ഇപ്പോൾ നമ്മൾ ക്യാരക്ടേഴ്സിന് വേണ്ടി നമ്മൾ കെയർ ചെയ്യണം, പല പല സിറ്റുവേഷൻസിൽ നമ്മൾ കെയർ ചെയ്യണം, ആ ഒരു ഇമോഷണൽ കണക്റ്റ് അവിടെ വരണം. സോ അതൊക്കെ ഒരു സ്ക്രീനിലേക്ക് എത്തിക്കുക, ആ ഒരു രീതിയിൽ നമ്മളെ ഇമ്പ്രസ് ചെയ്യുക എന്നുള്ളത് ചില്ലറ ബുദ്ധിമുട്ടല്ല, നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ്. അത് പലപ്പോഴും പലരും ഫ്ലോപ്പ് ആവുന്നൊരു കേസുമാണ്. സോ ഈ ഒരു ജേണറിൽ ഇറങ്ങിയിട്ടുള്ള ഇപ്പോൾ OTT ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ഒരു റിലീസായിട്ടുള്ളൊരു മൂവിയാണ് അഭിലാഷം. എമ്പുരാൻ്റെ കൂടെ ക്ലാഷ് വെച്ച് തിയേറ്ററിൽ ഇറങ്ങിയ പടമാണ്. പക്ഷേ ആഫ്റ്റർ റിലീസിങ് ഇൻ OTT ഇറ്റ് ഹാഡ് ലൈക്ക് കുറച്ച് എക്സ്ട്രാ പോസിറ്റീവ് റിവ്യൂസ് കണ്ടു. സോ അങ്ങനെ ഞാനും ഈ പടം കാണുകയുണ്ടായി. സോ ലെറ്റ്സ് റിവ്യൂ അഭിലാഷം. ഈ അഭിലാഷം പടം നടക്കുന്നത് എൻ്റെ നാട്ടിലാണെന്ന് പടം തുടങ്ങിയപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞറിഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പടം കണ്ടപ്പോൾ നല്ല പരിചയമുള്ള കുറേ സ്ഥലങ്ങളും തോന്നി. പിന്നെ മനസ്സിലായത് നടക്കുന്നത് കോട്ടക്കലാണ്. ഈ പടത്തിൻ്റെ ഒരു 90% ഷൂട്ട് ചെയ്തിട്ടുള്ളത് കോട്ടക്കലാണ്, എൻ്റെ നാട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നൊസ്റ്റാൾജിയ ആക്ടിലായിരുന്നു പടം ഞാൻ കണ്ടത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. ഇതിൻ്റെ ഇടയിൽ എൻ്റെ സ്കൂളും വരുന്നുണ്ട്. അതോടെ കംപ്ലീറ്റ്ലി ഞാൻ അതിൽ ഇമേഴ്സ്ഡ് ആയിരുന്നു ഇൻ ദ സ്റ്റാർട്ടിങ്. ഇത് സ്റ്റോറി ഈസ് അബൌട്ട് വൺ പേഴ്സൺ, ലൈക്ക് ഒരു അഭിലാഷ് കുമാർ, ആ പേരിലുള്ള ഒരാളെ പറ്റിയിട്ടാണ് പടം. അപ്പോൾ ഇയാൾക്കൊരു കുട്ടിക്കാലത്ത് ഒരു ഇഷ്ടമുണ്ടായിരുന്നു, ഒരു കുട്ടിയോട് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടിയോട് തുറന്നു പറയാൻ ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടി വീണ്ടും വരികയാണ്. സോ ആ ഒരു സിറ്റുവേഷനിൽ ഇയാളിത് തുറന്നു പറയാൻ ശ്രമിക്കുന്ന പല ശ്രമങ്ങളാണ് ഈ സിനിമ പറയുന്നത്. പിന്നെ ഒരു ക്ലൈമാക്സും ഈ പടത്തിനുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു റൊമാൻറ്റിക് ഫീൽ ഗുഡ് ടൈപ്പ് മൂവി. ബാക്കിയുള്ള പ്ലോട്ട്സിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ഇറ്റ് വുഡ് ബി എ സ്പോയിലർ എന്ന് പറയാൻ മാത്രമൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും സ്പോയിലർ ആയേക്കാം. അപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിനെ ആസ്വാദനത്തെ ഇതിലേക്ക് ദോഷമായിട്ട് ഭവിച്ചേക്കാം എന്നുള്ളതുകൊണ്ട് കൂടുതൽ പ്ലോട്ടിനെ പറ്റി പറയുന്നില്ല. ഇതാണ് ഒരു ബേസിക് പ്ലോട്ട്. ഈ പടത്തിലെ ഏറ്റവും എക്സ്ട്രാ പോസിറ്റീവ് എന്ന് എനിക്ക് പറയാനുള്ളൊരു സംഭവം മ്യൂസിക് ആൻഡ് BGM ആണ്. അതായത് എന്താണ് ആ പടത്തിലുള്ളത്, ഇപ്പോൾ ആ ഒരു ഫീൽ ഗുഡ്, അതിനെ ആ ഒരു മൂഡ് നമ്മളേക്ക് തരാൻ വേണ്ടിയിട്ട് മ്യൂസിക്കിനെ നല്ല രീതിയിൽ പറ്റുന്നുണ്ട്. ഇപ്പോൾ സോങ്സ് ആണെങ്കിലും ഇപ്പോൾ റിപ്പീറ്റ് വാല്യുള്ള സോങ്സ് ആണ്. ഇപ്പോൾ അതിലുള്ള ഖൽബി നഗമേ എന്ന് പറഞ്ഞൊരു സോങ്, പിന്നെ അതേപോലെ തട്ടം എന്ന് പറഞ്ഞുള്ള സോങ്, ഈ രണ്ട് സോങ്സും അത്യാവശ്യം നല്ല രസമാണ് കേൾക്കാൻ. ഇപ്പോൾ ഈവൻ ആഫ്റ്റർ ദ മൂവി പാട്ട് മാത്രമായിട്ട് കേൾക്കാനും നല്ല രസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോങ്സ് വേർ വെരി ഗുഡ്, എക്സലൻ്റ് തന്നെ പറയാം. കാരണം BGM ആണെങ്കിലും ഇപ്പോൾ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കൂടുതൽ എൻഹാൻസ് ചെയ്യണം. ഇപ്പോൾ എന്താണ് സ്ക്രീനിലുള്ളത് അതിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് സോങ്സും BGM ഉള്ളത്. സോ ലൈക്ക് വെരി ഗുഡ് പോസിറ്റീവ് റെസ്പോൺസ് റിഗാർഡിംഗ് ദാറ്റ്. ഇറ്റ് വാസ് വെരി ഗുഡ്, എക്സലന്റ്. ആക്ടിങ്ങിനെ പറ്റി മോശമായിട്ട് കാര്യമായിട്ടൊന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുതുമുഖങ്ങളാണെന്ന് തോന്നുന്നു. കാരണം വേറെ പടങ്ങളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഉണ്ടായേക്കാം, ഞാൻ കണ്ടിട്ടുള്ള പടങ്ങളിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതുമുഖങ്ങളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അവരുടെ ആക്ടിങ് ഒക്കെ അത്യാവശ്യം ഫൈൻ തന്നെയായിരുന്നു. ബാക്കിയൊരു മേജർ ആക്ടേഴ്സ് എന്ന് പറയുന്നത് സൈജു കുറുപ്പ് ഉണ്ട്. സൈജു കുറുപ്പ് വാസ് വെരി ഗുഡ്. ലൈക്ക് അപ്പോൾ ഇമോഷണൽ സീൻസ് ആണെങ്കിലും ആളുടെ ആ ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പം നായകനൊരു നിർഗുണനാണ്, അപ്പം ആ നിർഗുണൻ എങ്ങനെയാണോ അത് സ്ക്രീനിൽ സൈജു കുറുപ്പ് കാണിച്ചിട്ടുണ്ട്. തൻവീർ റാമിനെ കാര്യമായിട്ട് അഭിനയിക്കാൻ സ്പേസ് ഒന്നും പടത്തിലില്ല, പക്ഷെ ഉള്ളതെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ അതിനപ്പുറത്തേക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പിന്നെ അർജുൻ അശോകൻ ഉണ്ട്. അർജുൻ അശോകൻ ഉള്ള സീൻ, ഇപ്പോൾ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ അർജുൻ അശോകൻ്റെ ഇൻട്രോ സീനൊക്കെ അടിപൊളിയായിരുന്നു. അല്ലാണ്ട് ലൈക്ക് കാര്യമായിട്ടൊന്നും അർജുൻ അശോകനും പടത്തിൽ ചെയ്യാനൊന്നുമില്ല. ഉള്ള സീൻസൊക്കെ അർജുൻ അശോകൻ നല്ല രീതിയിൽ ഭംഗിയാക്കിയിട്ടുണ്ട്. സോ ആക്ടിങ്ങിനെ പറ്റിയും മോശമായിട്ട് കാര്യമായിട്ടൊന്നും പറയാനില്ല ശരിക്കും ഈ പടത്തിൽ. നിങ്ങളൊരു ഫീൽ ഗുഡ് മൂവി എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലവ് സ്റ്റോറി എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഞാനിപ്പോൾ പറയുന്ന റിവ്യൂ ആയിട്ട് മാച്ചിങ് ആയിരിക്കില്ല നിങ്ങളുടെ ഉള്ളിലുള്ള റിവ്യൂ. കാരണം നിങ്ങൾക്കിത് വർക്ക് ചെയ്യിക്കാം, പക്ഷേ എനിക്ക് ഇത് ഒട്ടും വർക്കാവാത്തൊരു മൂവിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ചുള്ള നൊസ്റ്റാൾജിയ ആക്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഫോർ മീ ഇറ്റ് വാസ് ലൈക്ക് എ ഫ്ലാറ്റ്. എന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് ഗിയറിൽ സ്റ്റാർട്ട് ചെയ്ത പടം ആ സെക്കൻഡ് ഗിയറിൽ തന്നെയായിരുന്നു പടം മൊത്തം. അതായത് എൻഡിങ് ആണെങ്കിലും അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്ന ഭാഗം വരുന്നുണ്ടല്ലോ, അപ്പോൾ അതൊരു ഭയങ്കര ഇമോഷണൽ ക്ലൈമാക്സ് ആണ്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിനോടോ അല്ലെങ്കിൽ സിറ്റുവേഷനോടോ ഒരു ഇമോഷണൽ കണക്റ്റ് വന്നാൽ മാത്രമേ നമുക്ക് ആ ഇമോഷണൽ വെയിറ്റേജ് ഫീൽ ചെയ്യാൻ പറ്റൂ അറ്റ് ദി എൻഡ് ഓഫ് ദി മൂവി.
സോ ആ ഒരു കണക്ഷൻ എനിക്ക് വന്നില്ല ഒട്ടും. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ലൈമാക്സ് എനിക്ക് ഒട്ടും വർക്കായില്ല. കാരണം യാതൊരുവിധ ഇമോഷനും എനിക്ക് തോന്നിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പടത്തിൽ. അത് എൻ്റെ പ്രശ്നമായിരിക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ കണക്ട് ആയി തന്നെ വരാം. കാരണം ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പോസിറ്റീവ്സ് ഈ പടത്തെ പറ്റി വരുന്നുണ്ട്. പിന്നെ OTT ഇറങ്ങിയൊരു പടത്തിന് ഒരിക്കലും പെയ്ഡ് റിവ്യൂ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് വർക്കായിട്ടുണ്ടായിരിക്കാം. അത് ജേണറിൻ്റെ ഇഷ്യൂ തന്നെ ആയിരിക്കാം. ഇപ്പോൾ ഈ ജേണർ വർക്കാവുന്നവർക്ക് ചിലപ്പോൾ വർക്കായേക്കാം ഈ മൂവി. പാട്ടുകളൊക്കെ അടിപൊളിയാണ്. ആൾസോ ലൈക്ക് വിഷ്വൽസൊക്കെ അടിപൊളിയാണ് ഈ പടത്തിൻ്റെ. ആക്ടിങ് ഈസ് ഗുഡ്. പക്ഷെ ആ പ്ലോട്ട് ഔട്ട്ഡേറ്റഡ് ആണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയില്ല പ്ലോട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഒരു പ്രസന്റ് സിനാരിയോയിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കില്ല. ഇപ്പോൾ നാട്ടുകാർ മൊത്തം ലൈക്ക് നന്മമരങ്ങളാണ് നാട്ടുകാർ. ഇപ്പോൾ നാട്ടുകാർ മൊത്തം ഒരാളെ ലവിന് വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. സോ അങ്ങനത്തെ ഉണ്ട്. പിന്നത്തെ നായകൻ എന്ന് വെച്ചാൽ നിർഗുണനാണ് ആക്ച്വലി. എന്ന് വെച്ചാൽ നിർഗുണൻ, വെറും പ്യുവർലി നിർഗുണൻ. നിർഗുണനായിട്ട് സൈജു കുറുപ്പ് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആ നിർഗുണത്വം കാരണം എനിക്കെന്തോ ലൈക്ക് ഒട്ടും കണക്ട് ആവാൻ തോന്നിയിട്ടില്ല നായകനുമായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ പക്ഷം ചേരാൻ വേണ്ടി നമുക്ക് തോന്നൂലേ, അങ്ങനെ തോന്നുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ട് ചെയ്യേണ്ട സമയത്ത് ആക്ട് ചെയ്യണം, അല്ലാണ്ട് ഇന്ന് മോയിക്കൊണ്ടിരുന്നൊരു കാര്യമില്ല. അങ്ങനെ ലൈക്ക് എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ അങ്ങനെയാണ്. സോ ആ ഒരു അതുകൊണ്ടുമായിരിക്കാം എനിക്കെന്തോ ലൈക്ക് ഒട്ടും കണക്ട് ആയില്ല ഈ പടം. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടപ്പെട്ടില്ല. ഫോർ മീ ഇറ്റ്സ് ലൈക്ക് ഒന്നുമില്ലായിരുന്നു ആ പടത്തിൽ. അതാണ് എൻ്റെ റിവ്യൂ. നിങ്ങളുടെ റിവ്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരുപാട് ഒരിക്കലും കാണരുത് എന്ന് ഞാൻ പറയില്ല. കണ്ടു തന്നെ നിങ്ങൾ വിലയിരുത്തുക. കാരണം എൻ്റെ ആസ്വാദന രീതിയല്ല നിങ്ങളുടെ ആസ്വാദന രീതി. സോ എന്തായാലും ഇതാണ് എൻ്റെ റിവ്യൂ. നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ക്രിഞ്ചാണോ നല്ലതാണോ എങ്ങനെയാണോ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതുപോലെ വേറെ ഏതെങ്കിലും മൂവി ഞാൻ കണ്ട് റിവ്യൂ ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും റിവ്യൂ ചെയ്യുക. അപ്പോൾ അടുത്ത റിവ്യൂ വെച്ച് കാണാം. ബൈ.